എക്സ്ക്യൂസ് മീ സർ, ചന്ദ്രേട്ടനാണ്, അർജന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, വൺ മൊമെന്റ്. എന്താ ചേട്ടാ, എന്ത് പറ്റി? കിരൺ, ദിസ് ആൻ എമർജൻസി. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. ലുക്ക് ചന്ദ്രേട്ടാ, ഞാനിവിടെ. നോ കിരൺ, നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഇത് അമ്മുവിന്റെ ഒരു പ്രശ്നമാണ്. ഷീസ് ഇൻ ബിഗ് ട്രബിൾ. ചന്ദ്രേട്ടാ, അമ്മുന് നീ ഇപ്പൊ തന്നെ ഓഫീസിലെത്തണം. ഐ വിൽ ബി ദേർ. ഓക്കെ, ഞാൻ വരാം. ടേക്ക് എ ലുക്ക്. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവുണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷൻ പട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെയും ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാണ് ഇതില്. ഫ്രം എ റിലയബിൾ സോഴ്സ്. ബട്ട് ഹൗ ദിസ് പോസിബിൾ ചന്ദ്രേട്ടാ? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു വിമാരി പറയുന്നത്? ദിസ് കാൻ ബി. നോ കിരൺ, അമ്മു ഇസ് റെസ്പോൺസിബിൾ. ബട്ട് ഹൗ? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടില് കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളി ഇല്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ യുവന്മാരി ചെയ്യുന്ന ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടുള്ള കണക്ക് തീർക്കവന്മാര്. ആ ബട്ടയും വിക്ടറും ബാസ്റ്റാർഡ്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, യുവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുത ഒന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? ദാ കണ്ടില്ലേ, ഇവിടെ ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകൾ അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ നമ്മള്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ രവി പറഞ്ഞത് അത് തന്നെയാ. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ വിത്ത് അമ്മു. കൂടെ യൂസഫും വരും. പുറപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റുകയാണ്? എന്താ ആലോചിക്കുന്നത്? ബോർഡർ ക്രോസ് ചെയ്തിട്ട് എത്ര ദൂരം പോകുന്നതാണ് നമ്മള്? ഒരു 600 കിലോമീറ്റർ. ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വാശി തോന്നിയിട്ട് പെട്ടെന്ന് അമ്മൂനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ, ശരിയല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നൽ പോലെ. എങ്ങനെയെങ്കിലും മേജറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. വെറുതെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് ഞാൻ ഓരോന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മ ഒരിടാണ്ട, യു റിലാക്സ്. मुनीर, मुनीर। हाँ, मैं इधर ही हूँ साहब. अस्सलाम वालेकुम. वालेकुम सलाम. येलो. जी. ശരിക്കും ഇത് ആരുടെ സ്ഥലം യൂസഫ്? എന്തോ ചന്ദ്രേട്ടന്റെ ഏതോ പാർട്ണർഷിപ്പിലുള്ള ഇടപാടാണെന്ന് അറിയൂ. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഞാനിവിടെ. ദിസ് ഈസ് എ സേഫ് പ്ലേസ്. ദാ ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ നോക്കിക്കൊള്ളും. देखो मुनीर, साहब और मेम साहब को अच्छी तरह ख्याल रखना. जी साहब. അപ്പൊ നീ ഇവിടെ നിന്ന് 50 കിലോമീറ്റർ പോയാൽ അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി വേണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെ തിരിച്ചു പോകണം. എനിക്ക് തിരിച്ചു പോകാനോ? വാട്ട് യു മീൻ? ഞാൻ തിരിച്ചു തന്നോളാനാ ചന്ദ്രേട്ടന്റെ കൽപ്പന. അറിയാലോ, മേജർ സ്ഥലത്തില്ലാത്തപ്പോ ചന്ദ്രേട്ടന്റെ കമാൻഡിലാ ഞാൻ. അതാ പതിവ്. ഏയ്, അമ്മ സമാനപ്പെട്ടോളൂ. ഇവിടെ ഒരു കുഴപ്പം വരാൻ പോണില്ല അല്ലേടാ? യെസ്. നീ പോയിക്കോ. പോയിട്ട് വേമ്പ. ഓക്കെ മാഡം, ഇപ്പൊ ഞാൻ ഇങ്ങെത്തും. ഒരു 1.5 മണിക്കൂർ. കം. Don't move! साले कुत्ते!
sorry, sir. Really, sir. Come on, get up. Come on. अरे इतना मारा तू इसको, दिमाग खराब हो गया तुम्हारा. I'm sorry, Yusuf. देखो, നീ രവി മാമന്റെ വിശ്വസ്തനായി പോയല്ലേ. That's why I forced. സോറി യൂസഫ്, ദാ ഇങ്ങനെ നിന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനായി ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ഭട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ഭട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ടു എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. गोली मार दूंगा तेरे को. अरे खड़े रह. जिंदा नहीं छोड़ूंगा तेरे को. खड़ा रह. नो प्लीज यार, तो चुप कर प्लीज. यार मैं बोला ना चुप कर, समझा इसे പ്ലീസ്. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക്. ഒരു പോറൽ പോലും നിൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. അറേ യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ഭട്ടാജി, റിക്വസ്റ്റ് പ്ലീസ്. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, son of a bitch. अरे विक्टर, अरे ये तो कमाल का आदमी निकला यार. देख. हेलो 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 ചന്ദ്രേട്ടൻ. എന്തേ കിട്ടുന്നില്ല ചന്ദ്രേട്ടനെ? വിളിച്ചിട്ട് ലൈൻ ത്രൂ ആവുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് പുറപ്പെടണമെങ്കിലോ, അല്ലെങ്കിൽ യൂസഫ് അവിടെ എത്തി കാണില്ല. ചെല്ലട്ടെ, അവര് വിളിക്കും. എന്നാൽ ഇതുവരെ രവിച്ചാനും വിളിച്ചില്ലല്ലോ കിരൺ. ഏയ്, സമയം കിട്ടിക്കാണില്ല ഇച്ചായന്. ആശുപത്രി കിടക്കരി ഇന്ന് മാറാൻ സമ്മതിച്ചു കാണില്ല ചന്ദൻ പാപ്പ. അല്ലെങ്കിൽ പിന്നെ ഈ പാവം ലെഫ്റ്റനന്റ് വിളിച്ചില്ലേലും അടുക്കളക്കാരെ വിളിക്കാൻ മറക്കുകയല്ല മേതറ. അതെ, അമ്മ പോയി കിടന്നോളൂ. ഞാൻ ട്രൈ ചെയ്തോളാം ചന്ദ്രേട്ടനെ യൂസഫിനെയൊക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. മുനീർ,
മുനീർ അമ്മു 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 Freeze! I said freeze! Hey! Drop the gun, Job! वरना मैं तेरी अम्मू को उड़ा दूंगा। Hey, no! Come on. Come on, hurry up. Move, move, move. Hurry up. Come on. Hey, लड़की को लेके आओ। ചന്ദ്രേട്ട യു ഇതൊന്നും മനഃപൂർവ്വമല്ല മോളെ. It's all because of him. He made me a cheat. ദാ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടിട്ട് വന്നത് ചന്ദ്രൻ നായർക്ക്. പട്ടാജി, shoot him. Come on, shoot this bloody ചന്ദ്രേട്ട പ്ലീസ് चुप कर! रतन, ले जा इस लड़की को! जल्दी, जल्दी ले जा! ले जा साली को, ले जा! ले जा! ले जा साली को! साले! Get in, don't move! Hey, drop, Sale! Mama! Hey, Sale, drop! Hey, drop the guns! Hey, drop the guns! I will shoot this bastard! No! Come on, drop it! Come on! പറയടാ, തിരിച്ചു വിടടാ മോനെ! No, 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 no! ഇല്ലെങ്കിൽ ഇവനെ विक्टर, तूने तो कमाल कर दिया यार! चल साले, चल! साला मुझको मारेगा ये! उल का पट्टा साला! रतन! जी, आ जाओ! आग लगा दो इसे! जी! जैसे रवि मामन ने शकील को लगाई थी, पूरी बिल्डिंग में आग लगा दो! ठीक है! चल! चलना है!